കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ തലവനായ ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അനവധി വാർത്തകൾ പുറത്തു വരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഇറാൻ ഔദ്യോഗികമായി തന്നെ ഇറാൻ്റെ ഉദ്യോഗസ്ഥർ അന്തർദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ വധം നടത്തുവാൻ വേണ്ടി ഇസ്രായേലിൻ്റെ ചാര സംഘടനയായ മൊസാദ് വളരെ കാലമായി ശ്രമിച്ചു വരുന്നതാണ്. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇതിൻ്റെ പിന്നിലുള്ള നേതാക്കളെ തങ്ങൾ വകവരുത്തും എന്ന് തന്നെയാണ്. അപ്പോൾ മുതൽ അതിനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചിരുന്നു. ആദ്യത്തെ ശ്രമം നടന്നത് ഇറാൻ പ്രസിഡന്റായ ഇബ്രാഹിം റൌസി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച സമയത്തായിരുന്നു. അപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം ഉള്ളതുകൊണ്ട് ഈ കൃത്യം നടത്തുവാൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ കൃത്യത്തിനായി ഇവർ തെരഞ്ഞെടുത്തത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുമായി ബന്ധമുള്ള 2 പേരെയാണ്. അതായത് ഇറാനിയൻ പൗരന്മാരായ 2 പേർ. അവർക്ക് ഈ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. ഈ ഗാർഡിന്റെ അധീനതയിൽ ഇല്ലെങ്കിൽ അവരുടെ സുരക്ഷയിലായിരുന്നു ഈ ഹനിയ തങ്ങിയ ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നത്. ഈ ഗസ്റ്റ് ഹൗസിനുള്ളിൽ 3 മുറികളിലായി വിദൂരത്തിൽ നിന്ന് നിയന്ത്രിക്കാവുന്ന ബോംബുകൾ സ്ഥാപിച്ചതും ഈ പൗരന്മാർ തന്നെയാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അനുസരിച്ചിട്ട് ലെബനൻ, സിറിയ, പാലസ്തീൻ, ഇറാൻ അടക്കമുള്ളിടത്തെല്ലാം ഈ മൊസാദിന് ഏജന്റുമാരുണ്ട്. ആ ഏജന്റുമാർ മുഖേനയാണ് ഈ പണി നടത്തിയിരിക്കുന്നത്. അതായത് ഇറാന്റെ വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇതെന്ന് ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കുന്നു. അതിൻ്റെ അന്വേഷണം തുടങ്ങിയതായും പറയുന്നു. കാരണം ഈ ഇറാന്റെ ഏറ്റവും സുരക്ഷിതമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ അതീവ സുരക്ഷയുള്ള ഈ ഗസ്റ്റ് ഹൗസിലെ 3 മുറികളിൽ ബോംബ് സ്ഥാപിച്ചത് ഇറാൻ പൗരന്മാർ തന്നെയായിരുന്നു. ഇവർ ഈ മൊസാദിന്റെ ഏജന്റുമാരായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇത് രണ്ടാമത്തെ ഒരു ശ്രമമായിരുന്നു ഈ ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ. ആദ്യത്തെ ശ്രമം ഇറാൻ്റെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ്. പക്ഷേ അവിടെ വെച്ച് ഹനിയെ കൊന്നുകഴിഞ്ഞാൽ വലിയൊരു ജനക്കൂട്ടത്തിന് ആൾനാശം ഉണ്ടാകും എന്ന് കരുതിയതുകൊണ്ടാണ് ആ ശ്രമം ഉപേക്ഷിച്ചത്. പിന്നീട് അവർ കൃത്യമായി നിർവഹിച്ചു. ഏതായാലും ഇതിന് ഒരു അന്വേഷണം തങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായി ഇറാനിയൻ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.